യാ ഹസ്റതന അലൽ ഇബാദ്, അടിമകളുടെ നാശം, അടിമകളുടെ നാശം. മാ യഅതീഹിം മിർ റസൂലിൻ, പ്രവാചകന്മാരിൽ നിന്നൊരാളും അവരുടെ അടുക്കലേക്ക് വന്നിട്ടില്ല. ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവർ ആ പ്രവാചകന്മാരെ പരിഹസിച്ചിട്ടല്ലാതെ. അപ്പോൾ ആ സമൂഹം ചെയ്ത തെറ്റെന്താണ്? അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ, അവരെ ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ, നന്മയിലേക്ക് അവരെ ക്ഷണിക്കാൻ പോയ ആൾക്കാരെ അവർ പരിഹസിച്ചു. ദുനിയാവിൻ്റെ ആൾക്കാരുടെ സ്വഭാവമാണത്. നന്മകൾ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെ പരിഹസിക്കുക, അവരെ വഷളാക്കി കളയുക, അതാണ് അവർ ചെയ്ത തെറ്റ്. ഇത് പറയണം, എന്താ പറയുകയാണ്? യാ ഹസ്റതന അലൽ ഇബാദ്, ആ അടിമകളുടെ നാശം. അവരിലേക്ക് ഞാൻ ദൂതന്മാരെ അയച്ചു, പ്രവാചകന്മാരെ നിയോഗിച്ചു. എന്തിന്? അവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാൻ, അവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് നൽകുന്ന, അവരിൽ നിന്ന് അതിനു വേണ്ടി യാതൊരു പ്രതിഫലവും വാങ്ങാത്ത പ്രവാചകന്മാരെ നാം നിയോഗിച്ചു. പക്ഷെ എന്ത് ചെയ്തു? അവരെ കളിയാക്കി, പരിഹസിച്ചു. ദീൻ പറയുന്ന ആൾക്കാർ, ആഖിറം പറയുന്ന ആൾക്കാരെ നാട്ടുകാർ പരിഹസിക്കും, അള്ളാഹിനെ പറ്റി പറയുന്ന ആൾക്കാരെ നാട്ടുകാർ പരിഹസിക്കും, കളിയാക്കും, വഷളാക്കും ആൾക്കാർക്ക് മുമ്പിൽ. അത് അള്ളാഹിൻ്റെ വലിയ കോപത്തിനിരയാകുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, സാധാരണയാണത്. ദീൻ പറയുന്ന ആൾ, റസൂലിനെ പറ്റി പരിചയപ്പെടുത്തുന്ന ആൾ, സുന്നത്ത് പരിചയപ്പെടുത്തുന്ന ആൾക്കാർ, അവരെ നാട്ടുകാരെന്ത് ചെയ്യും? കോമാളിയാക്കും, പരിഹസിക്കും. ദീനനുസരിച്ച് ജീവിക്കുന്ന ആളെ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളെ നാട്ടുകാർ പരിഹസിക്കും, കളിയാക്കും, വഷളാക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ആ നാട്ടുകാർ ചെയ്തത് അതായിരുന്നു. യാ ഹസ്റതന അലൽ ഇബാദ്, ആ അടിമകൾക്ക് നാശമെന്ന് അല്ലാഹു പറയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മകൾ പറയുന്നവരെ കൂടെ നിർത്തുക, അവിടെ കൂടെ കൂടുക. നന്മകൾ പറയുന്ന, സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന, പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന, സുന്നത്തിനെ പരിചയപ്പെടുത്തുന്ന, ദീൻ പരിചയപ്പെടുത്തുന്ന, ദീൻ പറഞ്ഞിരുന്ന ആൾക്കാരുടെ കൂടെ എന്ത് ചെയ്യുക? കൂടുക. അവിടെയാണ് വിജയം. അവരൊരിക്കലും പരിഹസിക്കരുത്, അവരെ വഷളാക്കരുത്, അവരെ കളിയാക്കരുത്. അതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും വലിയ ശിക്ഷ വരാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്.